കാര്യത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മാത്സിൻ്റെ ഒരുപാട് പേരുടെ ഡൗട്ട്, ഞാൻ മാത്സ് എങ്ങനെ പഠിക്കണമെന്ന് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാത്സ് സ്പെഷ്യൽ ബാച്ചിൻ്റെ പ്ലേലിസ്റ്റിൽ നിന്നും ഒന്നാമത്തെ ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ് അങ്ങനെ ഓർഡറിലാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ ക്ലാസ് ഡീറ്റെയിൽസമ്മിൻ്റെ ഫസ്റ്റ് ക്ലാസ്, ഡീറ്റെയിൽസം സെക്കൻഡ് ക്ലാസ്, അങ്ങനെ കണ്ട് 1020 ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാൽക്കുലേഷനാണ്. അതിന് മുമ്പ് SSC/GDയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, SSC/GDയുടെ 5 ക്ലാസ്, അതെല്ലാം അൾട്ടിമേറ്റ് ഗൈഡ് വീഡിയോയിലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത്. റേഷ്യോ പ്രൊപ്പോർഷൻ, അടുത്ത ചാപ്റ്റർ പഠിച്ചത് LCM HCF, അടുത്ത ചാപ്റ്റർ പഠിച്ചത് പെർസെൻറ്റേജ്, അടുത്ത ചാപ്റ്റർ പഠിച്ചത് മിക്സ്ചർ, അടുത്ത ചാപ്റ്റർ പഠിച്ചത് പാർട്ട്ണർഷിപ്പ്, അടുത്ത ചാപ്റ്റർ പഠിച്ചത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അടുത്ത ചാപ്റ്റർ ഇപ്പോൾ പഠിച്ച് തീരാറാവുന്നത് SIC ആണ്. അടുത്ത ചാപ്റ്റർ നമ്മൾ ജോമെട്രിയും ടൈം ആൻഡ് വർക്കും അങ്ങനെ ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ പേർക്കുള്ള ഡൗട്ട്, കുറേ പേര് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്രയും സമയമെടുത്ത് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാനുള്ളത്, ഈ ക്ലാസ്സുകളുടെ ക്ലാസ് നോട്ടിനാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം, അതുപോലെ കൺസെപ്റ്റുകളെല്ലാം ക്ലാസ് നോട്ടായിട്ട് ടെലിഗ്രാം ചാനൽ എവിടെ ഉണ്ട്, നമ്മുടെ അൾട്ടിമേറ്റ് ഗൈഡ് എന്ന് പറയുന്ന വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയച്ചാൽ മതി. കുറച്ച് വീഡിയോസ് കണ്ടിട്ട് മെമ്പർഷിപ്പ് ഉള്ളവർ പഠിച്ച് തുടങ്ങാവൂ. അപ്പോൾ ഈ ക്ലാസ് നോട്ട്സ് ആണ് നിങ്ങളുടെ ബൈബിൾ എന്ന് പറയുന്നത്. പിനാക്കിളിനേക്കാളും മേളിലാരാണ്? ക്ലാസ് നോട്ടാണ്. പിനാക്കിൾ ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച സാധനം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം മാത്രം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ ക്ലാസ്സും അതുപോലെ പിനാക്കിളിൻ്റെ സൊല്യൂഷൻ ഞാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്ലാസ് നോട്ട് കിട്ടും. അപ്പോൾ ആ ക്ലാസ് നോട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റിവിഷനായിട്ട് റിവൈസ് ചെയ്ത് സെറ്റാക്കേണ്ടത്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു, ഈ ക്ലാസ് നോട്ട് 10 വട്ടമെങ്കിലും അല്ലെങ്കിൽ ഒരു 5 വട്ടമെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം, റിവൈസ് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറേ പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, റേഷ്യോ ചാപ്റ്റർ പഠിച്ചിട്ട് ആ റേഷ്യോയുടെ ചാപ്റ്ററിനകത്ത് തന്നെ ആ റേഷ്യോ പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ അത് 5 വട്ടം ചെയ്യണം, അടുത്ത LCM HCF പഠിച്ചിട്ട് അത് 5 വട്ടം ചെയ്യണം. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 മാസം 2 ചാപ്റ്റർ തീരാൻ തന്നെ 1 വർഷം എടുക്കും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞ രീതിയിൽ ഞാൻ മാത്സിൻ്റെ പഠിക്കാൻ പറഞ്ഞ 3 റൗണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ക്ലാസ് കണ്ട് മനസ്സിലാക്കും. സെക്കൻഡ് റൗണ്ടിൽ ക്ലാസ് നോട്ട് ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് കിട്ടാത്തത് വീണ്ടും ക്ലാസ് കാണും. മൂന്നാമത്തെ റൗണ്ടിൽ ക്ലാസ് നോട്ട് സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. അങ്ങനെയാണ് ഒരു ക്ലാസ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ട് വരും. അപ്പോൾ തന്നെ ഓൾറെഡി 1 തവണ 1-2 തവണ നിങ്ങൾ ക്ലാസ് നോട്ട് റിവൈസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യുക, അടുത്ത ചാപ്റ്റർ കാണുക. അടുത്ത ചാപ്റ്റർ കണ്ടിട്ട് മറ്റേത് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും മാത്സിന് വേണ്ടി ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റ് 30 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സിൻ്റെ ക്ലാസ് നോട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ റിവൈസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞത് 5 പ്രാവശ്യം ആക്കണമെന്ന്. അപ്പോഴും എന്ത് ചെയ്യണം, ക്ലാസ്സുകൾ മുന്നോട്ട് കണ്ട് പോകണം. അപ്പോൾ ചിലപ്പോൾ റേഷ്യോയിലെ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ പിനാക്കിൾ എടുത്ത് ചെയ്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിഗിനറായിട്ടുള്ളവർക്കുള്ള പ്രശ്നമാണ്. നേരത്തെ പഠിച്ചവർക്ക് കുഴപ്പമില്ല, പക്ഷേ കുറേ കുട്ടികളും ബിഗിനറായിട്ടുള്ളവരാണ്. അപ്പോൾ അവർ റേഷ്യോ കണ്ടിട്ട് പോയി പിനാക്കിൾ എടുത്ത് ചെയ്യുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിരിക്കും, കുറേ ക്വസ്റ്റ്യൻസ് മിക്സർ റിലേറ്റഡ് ആയിരിക്കും. അത് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ടെൻഷൻ വരും. അപ്പോൾ അങ്ങനെയല്ല വേണ്ടുന്നത്. പിനാക്കിൾ ഇപ്പോൾ ചെയ്യേണ്ട ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ മാത്രം കാണുക. റേഷ്യോ കണ്ടു, അതിൻ്റെ ക്ലാസ് നോട്ട്, LCM HCF. ക്ലാസ് നോട്ടിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. LCM HCF വേറെ ഒരു സ്ഥലത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ എടുക്കരുത്, ക്ഷമയാണ് വേണ്ടത്. അടുത്ത LCM HCF കണ്ടു. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കാനും ക്ലാസ്സുകൾ മുന്നോട്ട് കാണാനും. ഒരിക്കലും ഒരു ചാപ്റ്റർ സ്റ്റക്കായിട്ടിരിക്കരുത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ പോലും മുന്നോട്ട് അത് മനസ്സിലായിക്കോളൂ. എന്നിട്ട് LCM HCF ഇതേപോലെ കണ്ടു. കാണുമ്പോൾ ഇതേപോലെ കാണണമെന്നേ ഉള്ളൂ. LCM HCF കണ്ടു. കുറച്ച് സമയം എന്ത് ചെയ്തു, പഴയ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാൻ വേണ്ടി, ക്ലാസ് നോട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി സമയം കൊടുത്തു. അടുത്ത പെർസെൻറ്റേജ് കണ്ടു, അടുത്ത മിക്സർ കണ്ടു, അടുത്ത പാർട്ട്ണർഷിപ്പ് കണ്ടു, അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടു. വേഗം ക്ലാസ്സുകൾ തീർക്കുക. വേഗം ക്ലാസ് കണ്ടു തീർത്തില്ലെങ്കിലുള്ള പ്രശ്നം, നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സിൽ സ്റ്റക്കായി പോകും. അപ്പോൾ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ വേഗം ചാപ്റ്റേഴ്സ് തീർത്തേ പറ്റൂ. അത് ഈ ഓർഡറിൽ. നിങ്ങൾക്ക് റേഷ്യോ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടു എന്ന് പറഞ്ഞിട്ട് ആദ്യം കയറി പെർസെൻറ്റേജ് പഠിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ക്ലാസ്സിൻ്റെ ആ ഒരു ഗുണം നഷ്ടപ്പെടുത്തുവാണ്. അല്ലെങ്കിൽ റേഷ്യോയിൽ ഞാൻ നിങ്ങളെ ക്ലാസ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ മാത്രമല്ല പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്നത്, നിങ്ങളെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ കാണണം, ക്വസ്റ്റ്യൻ എന്ത് വായിക്കണം, എങ്ങനെ ചെയ്യണം, നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണ്. അത് ആദ്യം മുതൽ തന്നെ കണ്ടേ പറ്റൂ, എത്ര പ്രോ ആയിട്ട് നിൽക്കുന്നവരാണെന്ന് പറഞ്ഞാലും. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ കാണണം. ഞാൻ വീണ്ടും പറയുന്നത്, കുറേ കുട്ടികൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, മിക്സർ കണ്ടു. അപ്പോൾ ആ മിക്സർ കാണുന്ന സമയത്ത് നമുക്ക് 3 ചാപ്റ്റർ കംപ്ലീറ്റ് അതിൻ്റെ ക്ലാസ് നോട്ട് വീണ്ടും ക്ലാസ് നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുത്തിട്ട് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ക്ലാസ് നോട്ട് പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് എല്ലാവരും പറയും നോട്ട് എഴുതി പഠിച്ചാലേ ശരിയാവത്തുള്ളൂ. അതെന്തുകൊണ്ടാണ്, നമ്മുടെ കയ്യിൽ ഒരു ഹാർഡ് കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതിന് നിങ്ങൾ കൈകൊണ്ട് നോട്ട് എഴുതണമെന്നില്ല. ഈ ക്വസ്റ്റ്യൻ ഇത്രയും കൂടെ എഴുതിക്കൊണ്ടിരുന്നാൽ നമ്മൾ 1 വർഷം അതിന് വേണ്ടി എടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് സ്മാർട്ട് ആവണം. എന്നിട്ട് എന്ത് ചെയ്യണം, മിക്സർ എലിഗേഷൻ കാണുമ്പോൾ ഇതെല്ലാം ചെയ്തു, അടുത്ത പാർട്ട്ണർഷിപ്പ് കാണുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ ഇച്ചിരി സമയം കൊടുത്ത് ചെയ്താൽ മതി. അല്ലാതെ 5 വട്ടം കണ്ടിട്ട് റേഷ്യോടെ 5 വട്ടം ക്ലാസ് നോട്ട് റിവൈസ് ചെയ്തിട്ട് LCM HCF പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ക്ലാസ്സും കാണണം, മനസ്സിലാക്കി എന്ത് ചെയ്യണം, ആ ഒരു ക്ലാസ് നോട്ട് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യരുത്, ലാഗായിട്ട് നിൽക്കരുത്. ഇപ്പോൾ SIC നമ്മളിനി ചാപ്റ്റേഴ്സ് വളരെ സ്പീഡിലായിരിക്കും പോകുന്നത്. ഇത്രയും ക്ലാസ് കണ്ടവർ 190 ക്ലാസ് എന്തുകൊണ്ട്. അപ്പോൾ വേറൊരു കാര്യം, ടെൻഷൻ മാറ്റി വെക്കുക. അതായത് SSC CGL എത്താറായി, മാത്സ് ഒന്നും ആയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു?
എവിടെയായിരുന്നു നേരത്തെ പഠിക്കേണ്ട സാധനമായിരുന്നു. അപ്പോൾ അതിന് സമയം കൊടുക്കണം, പഠിക്കേണ്ട സാധനത്തിന് സമയം കൊടുക്കണം. അത് എത്ര സമയം ആയിക്കോട്ടെ, നിങ്ങളുടെ മാക്സിമം സ്പീഡിൽ നിങ്ങൾ ഈ രീതിയിൽ പഠിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം ആകുമ്പോഴത്തേക്കും മാത്സ് നിങ്ങൾക്ക് ഒരു പ്രശ്നമാവത്തില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതുന്ന എക്സാമിനെല്ലാം നിങ്ങൾക്ക് മാത്സ് ഫുൾ മാർക്ക് കിട്ടും. മാത്സിന് ഫുൾ കിട്ടുന്നതോടെ റീസണിങ് അപ്പോഴത്തേക്ക് നിങ്ങളുടെ ബാക്കി സബ്ജക്റ്റുകളും നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് സെറ്റായി വരുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെയിലിലും ചോദിക്കാം. അങ്ങനെയാണ് പഠിക്കേണ്ടത്.